നമസ്കാരം. കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും തങ്ങളുടെ ഭരണകാലയളവിൽ കൈവരിച്ച നേട്ടങ്ങളും ഭാവിയിൽ പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങളും കേരള വിഷൻ ന്യൂസിന്റെ പ്രത്യേക പരിപാടിയായ എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് എറണാകുളം ജില്ലയിലെ പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ്, പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് സതീഷ് എം എന്നിവരാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിലെ പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീമതി ഖദീജ മുഹമ്മദ്. പഞ്ചായത്തിലെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ ഇതുവരെ എത്രത്തോളം നടപ്പിലാക്കാൻ സാധിച്ചു? ഇതുവരെ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ എങ്ങനെ ഒരൊറ്റ നോട്ടത്തിൽ വിലയിരുത്തുന്നു? പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കലാ, കായിക, സാമൂഹ്യ, സാംസ്കാരിക, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു പഞ്ചായത്താണ്. കഴിഞ്ഞ 4 വർഷക്കാലങ്ങൾ കൊണ്ട് കൃഷി, ആരോഗ്യം, പാർപ്പിടം, മൃഗസംരക്ഷണം, മാലിന്യ സംസ്കരണം, പശ്ചാത്തല വികസനം എന്നീ പ്രവർത്തനങ്ങളിലെല്ലാം മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുടിവെള്ളം, കാർഷിക മേഖലയിൽ നമുക്ക് നെൽകൃഷി വികസനവുമായി ബന്ധപ്പെട്ട് തരിശ് ആയ എല്ലാ നെൽപ്പാടങ്ങളും കൃഷിയോഗ്യമാക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നമുക്ക് നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ മികച്ച ഇനം പച്ചക്കറി ഫലവൃക്ഷ തൈകൾ, അങ്ങനെ ഉള്ള HDP ചട്ടികൾ മുതലായവ കാർഷിക മേഖലയിലേക്ക് നൽകുകയും കൃഷിയിടങ്ങൾ കുറവുള്ള ആളുകൾക്ക് പോലും കാർഷിക മേഖലയിൽ മികച്ച രീതിയിലുള്ള പച്ചക്കറികളും മറ്റും കൃഷി ചെയ്യുവാനും കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുവാനും സാധിക്കുന്ന രീതിയിലുള്ള മികച്ച രീതിയിലുള്ള പദ്ധതികളാണ് നമുക്ക് നടപ്പിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കാർഷിക മേഖലയിൽ അടക്കം നടത്തിവരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് മാലിന്യ സംസ്കരണ രംഗത്ത് എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്? ഹരിത കേരളം പദ്ധതിയൊക്കെ നടപ്പിലാക്കിയ ഒരു പഞ്ചായത്താണ്. ഹരിത കേരളം പദ്ധതി പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2021 ഒക്ടോബർ 2-നാണ് നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കിയത്. എല്ലാ വീടുകളിലും നമ്മൾ വാതിൽപ്പടി സേവനം, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുക, അതുപോലെ തന്നെ ജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി ബയോബിൻ നമ്മൾ 2 പദ്ധതികളിലായി ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു. ഇനി വരും ഈ അടുത്ത പദ്ധതിയിലും നമുക്ക് ബയോബിൻ വീടുകളിൽ ജൈവ മാലിന്യ ശേഖരണത്തിന് എത്തിക്കുന്നുണ്ട്. നമുക്ക് പൈമറ്റത്ത് ഒരു MCF വലിയൊരു കളക്ഷൻ സെന്റർ ഉണ്ട്. കൂടാതെ 2 കളക്ഷൻ സെന്ററുകൾ കൂടിയുണ്ട്. കൂടാതെ നമ്മുടെ എല്ലാ വാർഡുകളിലും 13 വാർഡുകളാണ് ഉള്ളത്. 13 വാർഡുകളിലും നമുക്ക് മിനി MCFകളുണ്ട്. കൂടാതെ ഗ്രാമപഞ്ചായത്ത് 2021 മുതൽ മുഴുവൻ കുപ്പിച്ചില്ലുകളും നമ്മുടെ വീടുകളിൽ നിന്ന് മുഴുവൻ കുപ്പിച്ചില്ലുകൾ ശേഖരിച്ച് ക്ലീൻ കേരള കമ്പനിക്ക് കയറ്റി അയക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ജൂണിലും നമുക്ക് ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം കുപ്പിച്ചില്ല് ശേഖരണം ഈ അടുത്ത പഞ്ചായത്തുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമ്മൾ ആദ്യമായി തന്നെ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. കൂടാതെ നമ്മുടെ ഈ കേരള സംസ്ഥാനത്തിന്റെ ഒരു വലിയൊരു ക്യാമ്പയിൻ പ്രവർത്തനമാണല്ലോ മാലിന്യമുക്ത നവകേരളം എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ലാസ്റ്റ് ഘട്ടത്തിൽ നിൽക്കെ നമ്മുടെ പഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടൗണായ അടിവാട് ടൗൺ ഹരിത ടൗണായി പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പാണ് ഹരിത ടൗണായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്ത പദ്ധതിയിൽ നമ്മൾ ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ രീതിയിലും നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കുന്നതിൽ വളരെയധികം വലിയൊരു പങ്കാണ് നമുക്ക് വഹിക്കുവാൻ സാധിച്ചിട്ടുള്ളത്. തീർച്ചയായും വേനൽക്കാലമാണ്, കുടിവെള്ളക്ഷാമമൊക്കെ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. പഞ്ചായത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള കുടിവെള്ളക്ഷാമം നേരിടുന്നുണ്ടോ? പഞ്ചായത്ത് ഏതൊക്കെ രീതിയിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നം പരിഹരിക്കുന്നത്? അതുപോലെ തന്നെ മഴക്കാലത്ത് വെള്ളം കയറുന്ന വെള്ളക്കെട്ടുകളൊക്കെ രൂപപ്പെടുന്ന പ്രദേശങ്ങളുണ്ടോ? എങ്ങനെയാണ് ഈ ഒരു പ്രശ്നങ്ങളിലൊക്കെ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്?
തീർച്ചയായും കുടിവെള്ളവുമായി ബന്ധപ്പെട്ട വലിയൊരു പ്രവർത്തനം നമുക്ക് നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. കുടിവെള്ളക്ഷാമം നേരിടുന്ന വാർഡുകൾ ഉണ്ട് നമുക്ക്. അതുകൊണ്ട് തന്നെ ചെറുകിട കുടിവെള്ള പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട് പല വാർഡുകളിലും. അതുപോലെ 9-ാം വാർഡില് ഇപ്പോൾ ഒരു കുടിവെള്ള പദ്ധതി പൂർത്തീകരണത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. അതുപോലെ 5-ാം വാർഡിലും കുടിവെള്ള പദ്ധതി പൂർത്തീകരണത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. രണ്ടും 10-30 ലക്ഷം രൂപ വരുന്ന രീതിയിലുള്ള ഫണ്ടുകളാണ് അതിൽ വിനിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. കൂടാതെ 13-ാം വാർഡില് നമ്മൾ MLA-യുടെ ഫണ്ട് ഉപയോഗിച്ച്, അതായത് 26 ലക്ഷം രൂപ വരുന്ന ഒരു കുടിവെള്ള പദ്ധതിയാണ് നമ്മൾ അവിടെ ഇപ്പോൾ നടപ്പിലാക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും ടെൻഡർ നടപടികളെല്ലാം സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ കുടിവെള്ള പദ്ധതി വന്നു കഴിഞ്ഞാൽ മിക്കവാറും നമ്മുടെ പഞ്ചായത്തിലെ കുറേയേറെ പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുവാൻ സാധിക്കും. കൂടാതെ വെളിയങ്കുന്ന് കോളനി ജൽജീവൻ മിഷന്റെ ആഭിമുഖ്യത്തിൽ 45 കോടിയുടെ ഒരു കുടിവെള്ള പദ്ധതിയാണ് നമ്മൾ നടപ്പിലാക്കുവാൻ ഉള്ള ടെൻഡർ നടപടികളെല്ലാം സ്വീകരിച്ചു കഴിഞ്ഞ് വാക്കത്തിപ്പാറയും വെളിയങ്കുന്ന് കോളനിയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് 2 ടാങ്കുകൾ നിർമ്മിക്കുന്നത്. വാക്കത്തിപ്പാറയിൽ അത് പൂർത്തീകരിച്ചു കഴിഞ്ഞു, അതിന്റെ പ്രവർത്തനം പൂർത്തീകരിച്ചു. ഇനി വെളിയങ്കുന്നിലാണ് നമുക്ക് അതിന്റെ എല്ലാ ക്രമങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 2 കുടിവെള്ള പദ്ധതികൾ കൂടി വന്നു കഴിഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം, ഈ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ക്ഷാമം പരിഹരിക്കുവാൻ സാധിക്കുന്നതായി. പിന്നെ വെള്ളം കയറുന്ന ഏരിയ എന്ന് പറയുന്ന 7-ാം വാർഡിന്റെ കുറച്ച് ഏരിയകളും മറ്റ് 1-ാം വാർഡ് കുറച്ച് ഭാഗങ്ങളിലാണ് നമുക്ക് വെള്ളം കയറുന്ന ഏരിയകളുള്ളത്. ആ ഭാഗങ്ങളിലെല്ലാം നമ്മൾ ആ വലിയ വെള്ളം കയറുന്ന സമയങ്ങളുള്ളപ്പോൾ നമുക്ക് ആളുകളെ മാറ്റി പാർപ്പിക്കാനുള്ള വലിയ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആരോഗ്യ മേഖലയിൽ അടക്കം ഗ്രാമപഞ്ചായത്ത് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തു വരുന്നത്. പാലിയേറ്റീവ് പ്രവർത്തനങ്ങളൊക്കെ എത്രത്തോളമാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്? വയോജനങ്ങൾക്ക്, ഭിന്നശേഷിക്കാർക്കൊക്കെയുള്ള പദ്ധതികളൊക്കെ എത്രത്തോളമാണ് പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? പാലിയേറ്റീവ് പ്രവർത്തനം, നമുക്ക് ഭിന്നശേഷിക്കാരെ എന്ന് പറയുമ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബഡ് സ്കൂൾ. ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കൂളാണ് ബഡ് സ്കൂൾ എന്ന് പറയുന്നത്. നമുക്ക് അതിലേക്ക് നമ്മുടെ പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ ഒരു മുഖ്യ ഭാഗം തന്നെ നമ്മൾ ചിലവഴിച്ചുകൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു. കൂടാതെ ഈ ബഡ് സ്കൂളിലേക്കും അയൽ പഞ്ചായത്തുകളിൽ നിന്ന് കുട്ടികളെ കൂടി നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിച്ച് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കുന്നുണ്ട്. ബഡ് സ്കൂളിനായി നമ്മൾ സ്വന്തമായി ഒരു വാഹനം ഏർപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ദൈനംദിന ചെലവുകൾക്കായി വലിയൊരു തുക തന്നെ മാറ്റിവെക്കുന്നു. കൂടാതെ ഭിന്നശേഷിക്കാർക്ക് സ്കോളർഷിപ്പ് എന്നിവ നൽകി വരുന്നു. കൂടാതെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പാലിയേറ്റീവ് വിഭാഗം നമ്മളുടെ ഗ്രാമപഞ്ചായത്തിന്റെ അണ്ടർ വരുന്ന ഒരു കാര്യമാണ്. അതിലേക്കായി നാം നേഴ്സിനെ എല്ലാ സമയങ്ങളിലും ഫുൾ ടൈം സേവനം ഉള്ള ഒരു നേഴ്സിനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കൂടാതെ എല്ലായ്പ്പോഴും ആളുകളെ സാന്ത്വന ചികിത്സ എന്നാണല്ലോ ഇതിന്റെ ഒരു പ്രത്യേകത. ഈ സാന്ത്വന ചികിത്സയ്ക്ക് ആവശ്യമായി അവരുടെ രോഗികളെ സന്ദർശിക്കുവാനും അവർക്ക് ആവശ്യമായ ചികിത്സകൾ എത്തിച്ചു കൊടുക്കുന്നതിനും വേണ്ടി നമ്മൾ വാടകയ്ക്ക് വണ്ടി, ഒരു വർഷത്തേക്ക് വണ്ടി കൊട്ടേഷൻ ബേസിൽ ഏർപ്പാടാക്കുകയാണ്. അങ്ങനെ പാലിയേറ്റീവ് രംഗത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള മരുന്ന്, മറ്റുള്ള സാധനങ്ങൾ, അവർക്ക് ആവശ്യമായിട്ടുള്ള വീൽ ചെയർ അല്ലെങ്കിൽ ബെഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ ഫണ്ട് വെച്ച് വാങ്ങിക്കുകയും അതനുസരിച്ച് വലിയ തോതിലുള്ള പ്രവർത്തനമാണ് പാലിയേറ്റീവ് രംഗത്ത് നമ്മൾ നടത്തി വരുന്നത്. എല്ലാ പാലിയേറ്റീവ് ഡേയും, അതിപ്പോൾ കഴിഞ്ഞ പാലിയേറ്റീവ് ഡേ, നമുക്ക് മുമ്പിലും പാലിയേറ്റീവ് ഡേയില് പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി ഈ രോഗികളെ നമ്മൾ ഔട്ടിങ്, ഒരു ടൂറായി കൊണ്ടുപോവുകയും അവർക്ക് വലിയൊരു മാനസിക ഉല്ലാസം അല്ലെങ്കിൽ മാനസികമായ സപ്പോർട്ട് നൽകുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും ലഹരി വസ്തുക്കളുടെ ഉപയോഗം ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഗ്രാമപഞ്ചായത്തിൽ ലഹരി വസ്തുക്കളുടെ ഈ ഒരു ഉപയോഗത്തിൽ ഒരു വിരുദ്ധ പദ്ധതികളൊക്കെ എങ്ങനെയാണ് നടപ്പിലാക്കിയിരിക്കുന്നത്? കുട്ടികളിലും ഈ യുവാക്കളിലും അടക്കമാണ് ലഹരി വസ്തുക്കൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുവരുന്നത്. ഇത്തരത്തിൽ ഈ ലഹരി വിരുദ്ധ പദ്ധതികൾ, ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ കുട്ടികൾക്കും യുവാക്കൾക്കും ഒക്കെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും നടത്തിയിട്ടുണ്ടോ? ഒരു ഇടപെടൽ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്?
തീർച്ചയായും. ലഹരി വിരുദ്ധ പദ്ധതികൾ എന്ന് പറയുമ്പോൾ ലഹരിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നമ്മൾ ഇന്ന് സമൂഹത്തിൽ ഏറ്റവും ആം, വലിയ രീതിയിലുള്ള ഒരു ഭീഷണിയാണ് ലഹരി എന്ന് പറയുന്നത്. നമ്മുടെ വിദ്യാലയങ്ങൾ ബേസ് ചെയ്തിട്ടും അല്ലാതെ യുവാക്കളിലും ഇന്ന് വളരെയധികം ആളുകൾ ഇതിന് അഡിക്റ്റ് ആയി പോകുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ലഹരി വിരുദ്ധ അവയർനെസ് ക്ലാസ്സുകൾ, അതായത് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്ന ആളുകൾക്കും മാതാപിതാക്കൾക്കും എല്ലാം നമ്മൾ നൽകിയിട്ടുണ്ട്. കുട്ടികളെ സംബന്ധിച്ച് വിദ്യാലയങ്ങൾ വഴി ലഹരി വിരുദ്ധ ക്ലാസ്സുകൾ നൽകിക്കൊണ്ട് അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുകയും അതിലേക്ക് പോകാതിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും എല്ലാ രീതികളും രീതിയിലും അവരെ ബോധവൽക്കരിച്ചിട്ടുണ്ട്. കൂടാതെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ കൂടുതൽ അറിയുകയും അവർക്കൊപ്പം നിൽക്കുവാനും അവരെ എല്ലാ രീതിയിലും അവരെ ചേർത്ത് പിടിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളും മാതാപിതാക്കൾക്കും യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും എല്ലാം നൽകി വരുന്നു. തീർച്ചയായിട്ടും നിരവധി പ്രവർത്തനങ്ങളാണ് പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഇനിയും വികസന പ്രവർത്തനങ്ങളൊക്കെ നടപ്പിലാക്കുന്നുണ്ട്. ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടോ? ഈ വെല്ലുവിളികളൊക്കെ മറികടന്ന് ഈ പദ്ധതികളൊക്കെ യാഥാർത്ഥ്യമാക്കിയൊരു കൂട്ടായ പ്രയത്നം തന്നെയാണ് ഭരണസമിതിയുടെ, അല്ലേ? അതെ, തീർച്ചയായും. നമ്മൾ വെല്ലുവിളികൾ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള വെല്ലുവിളികൾ ധാരാളം നേരിട്ടിട്ടുണ്ട് എല്ലാ പ്രവർത്തനങ്ങളെയും. മിക്കവാറും വികസനപരമായ പ്രവർത്തനങ്ങൾക്ക്, നൂതനങ്ങളായ വികസന പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളികൾ ധാരാളം വന്നിട്ടുണ്ട്. നമ്മുടെ പുതിയൊരു അംഗൻവാടി, നമ്മുടെ ഈ പഞ്ചായത്തിലെ തന്നെ വലിയൊരു വികസന പ്രവർത്തനമാണ് നമ്മുടെ 11ാം വാർഡ് അംഗൻവാടി. എൻ്റെ വാർഡ് കൂടിയാണ്. ആ വാർഡിലെ ഒരു അങ്കണവാടി വളരെ ശോചനീയമായ രീതിയിലുള്ള ഒരു അങ്കണവാടിയായിരുന്നു. അതിലേക്ക് 10 സെന്റ് സ്ഥലം വാങ്ങിക്കുകയും ഇപ്പോൾ 50 ലക്ഷം രൂപയുടെ ഒരു പ്രൊജക്ട് നമ്മൾ നടപ്പിലാക്കി പൂർത്തീകരണത്തിന്റെ ഘട്ടത്തിലാണ്. ആ ഒരു അവസ്ഥയിലെല്ലാം നമുക്ക് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കൂടാതെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ നമുക്ക് വലിയ വെല്ലുവിളികളാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. എങ്കിൽ പോലും നമുക്ക് ഇതിന് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ രീതിയിലും എല്ലാ മേഖലയിലും നൂതനങ്ങളായ പദ്ധതികൾ നടപ്പിലാക്കുവാനും അതുപോലെ തന്നെ അത് പ്രാവർത്തികമാക്കുന്നതിനും എല്ലാ രീതിയിലും ജനങ്ങളുടെ വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ നേരിട്ടിടപെട്ടുകൊണ്ട് വലിയൊരു മുന്നേറ്റം തന്നെ കൊണ്ടുവരുവാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്ലാൻ ഫണ്ട് അടക്കം 100% വിനിയോഗിച്ച ഒരു ഗ്രാമപഞ്ചായത്താണ് പല്ലാരിമംഗലം. 2022 പുരസ്കാരം അടക്കം ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായും. പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് നിലവിൽ വന്നതിന് ശേഷം, ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പ്ലാൻ ഫണ്ട് വിനിയോഗത്തിൽ 100% എത്തുവാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും ആദ്യം തന്നെ പ്ലാൻ ഫണ്ട് വിനിയോഗിച്ച് ജില്ലയിൽ ആദ്യം തന്നെ എത്തിച്ചേരുവാൻ നമുക്ക് സാധിച്ചു. അതിൽ നമുക്ക് കളക്ടറെ അടുത്തുനിന്ന് നമുക്ക് പുരസ്കാരം ഏറ്റുവാങ്ങുവാനുമുള്ള ഒരു വലിയൊരു അവസരം ഉണ്ടായിട്ടുണ്ട്. അതിൽ പിന്നെ ഇങ്ങോട്ടുള്ള വർഷങ്ങളിലെല്ലാം നമുക്ക് പ്ലാൻ ഫണ്ട് സമയബന്ധിതമായി ചിലവഴിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ നൂതനങ്ങളായ പദ്ധതികൾ, ജനക്ഷേമകരമായ പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കുവാൻ സാധിക്കും. കാർഷിക മേഖലയിലും മൃഗസംരക്ഷണ മേഖലയിലും എല്ലാ മേഖലയിലും നമുക്ക് വലിയൊരു തോതിൽ വിദ്യാഭ്യാസ മേഖലയെ എടുത്തു പറയേണ്ടതുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലെല്ലാം നമുക്ക് വലിയൊരു മുന്നേറ്റം തന്നെ കൈവരിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. പല്ലാരിമംഗലം പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചെറിയൊരു പഞ്ചായത്താണെങ്കിലും 7 എയ്ഡഡ് സ്കൂളുകളും അതോടൊപ്പം 9 സ്കൂളുകൾ ടോട്ടലായി ഉണ്ട്. അതിൽ നമ്മുടെ പല്ലാരിമംഗലം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈടെക് സ്കൂളാണ്. മാത്രവുമല്ല വലിയൊരു തോതിലുള്ള വിദ്യാഭ്യാസ വികസനമാണ് അവിടെ നടന്നിട്ടുള്ളത്. MLA-യുടെ ഇടപെടൽ മൂലം 3 കോടി രൂപ മുടക്കി ഈ പല്ലാരിമംഗലം സ്കൂളിനെ ഹൈടെക് ആക്കിയിട്ടുണ്ട്. അതുപോലെ എല്ലാ വിധത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് വലിയൊരു തോതിലുള്ള മുന്നേറ്റം നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. 18 UP സ്കൂളിനും MLA 20 ലക്ഷം രൂപയാണ് നൽകി പുതിയ കെട്ടിടം, പുതിയ 2 ക്ലാസ് റൂമുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പോൾ 15 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ ഗ്രാമപഞ്ചായത്തും അതുപോലെ MLA-യുടെ ഇടപെടൽ മൂലവും എല്ലാം നമുക്ക് വലിയൊരു പ്രവർത്തനം തന്നെ നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും കാർഷിക മേഖലയിൽ അടക്കം നിരവധി പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. തുടർന്നുള്ള ഭാവി പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഇനി ഏതെങ്കിലും പദ്ധതികളൊക്കെ പൂർത്തീകരിക്കാനുണ്ടോ?
ഇനി പൂർത്തീകരിക്കുവാനുള്ളത് നമുക്കറിയാം. ഞാൻ ഇവിടെ സംസാരിച്ചിരുന്നു, 2-3 കുടിവെള്ള പദ്ധതികൾ നമുക്കത് ഭാവിയിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമായി മാറും. മറ്റൊന്ന്, ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ 11-ാം വാർഡിലെ അങ്കണവാടി, അത് നമ്മുടെ ഈ താലൂക്കിൽ തന്നെ ഏറ്റവും വലിയൊരു മാതൃകാ അംഗൻവാടിയായി തന്നെ അത് മാറിക്കഴിയും, മാറും എന്നുള്ള സംശയമില്ല. കാരണം ഒരു 10 സെന്റിൽ 50 ലക്ഷം രൂപയുടെ പ്രൊജക്റ്റാണ് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ജൂൺ ജൂലൈ മാസത്തോടു കൂടി അതിന്റെ ഇനാഗുറേഷൻ ഉണ്ടാകും. തീർച്ചയായും ഈ പദ്ധതികളും അതുപോലെ തന്നെ മാലിന്യ സംസ്കരണത്തിൽ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമ്മുടെ ഈ ക്യാമ്പയിൻ പ്രവർത്തനം മാർച്ചോട് കൂടി കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ പോലും നമുക്ക് ഈ മാലിന്യം മുക്ത പഞ്ചായത്ത് അല്ലെങ്കിൽ മാലിന്യ മുക്ത സംസ്ഥാനം എന്നുള്ള ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ ഇനിയും നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. എല്ലാവരുടെയും കൂട്ടായ ഒരു ശ്രമത്തോടു കൂടി പൂർണ്ണമായും പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിനെ മാലിന്യം മുക്തമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഭാവി പദ്ധതികളിൽ ഉൾപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും എല്ലാ വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് നമ്മളോട് പങ്കുവച്ചത്. നന്ദി ശ്രീമതി ഖദീജ മുഹമ്മദ്.